ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്, ഞാനിങ്ങനെ ഒരു ഒരു ഷോയുടെ ഒരു പ്രേക്ഷകയാണ്. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി ടൈം പാസ്സൊക്കെ വേണമല്ലോ. എന്നെപ്പോലെ തന്നെ എല്ലാവരും. അതിൽ ഒരുപാട് ഷോ കാണുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഇതെന്ന് പറയുന്നത് ഉടമ്പണം എന്ന് പറയുന്ന പ്രോഗ്രാം കാണും. പിന്നെ 113 കാണും. പിന്നെ എന്ന് പറയുന്നത് ഹോം എന്ന് പറയുന്ന മാത്രം ഒരു സീരിയൽ കാണും. പിന്നെ കാണുന്നതെന്ന് പറയുന്നത് ഈ കോമഡി ഇത് അങ്ങനെ കുറച്ച് ഈ കുഞ്ഞുങ്ങളുടെ പരിപാടിയും ഒക്കെ. പിന്നെ പാട്ട് അങ്ങനെയുള്ള, അത് തമിഴിലാണെങ്കിലും സരിഗമപ അങ്ങനെയൊക്കെയുള്ളത് കാണും. പക്ഷെ ഞാനിത് കണ്ട് കളഞ്ഞ കുറച്ച് വീഡിയോ ആയിരുന്നു. കണ്ട വീഡിയോ തന്നെ പിന്നെയും വന്നപ്പോൾ കണ്ട സമയത്ത് ആ പേര്, അവിടുത്തെ ആ അമ്മയുടെ ഇതൊക്കെ കണ്ട് കുറേ ചെറുപ്പക്കാരും കാര്യങ്ങളൊക്കെയാണ് വരാറ് ഉടമ്പണത്തിൽ. പക്ഷേ എനിക്കിന്ന് ഞാൻ പിന്നെയും കണ്ട വീഡിയോ തന്നെ ഒന്ന് കണ്ടു. പക്ഷെ കാണേണ്ടി വന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ചൂരൽമല എന്നായിരുന്നു അതിൻ്റെ പേര്. അവിടുത്തെ പേര് പറഞ്ഞത് ആ ചേട്ടന്മാർ. ചൂരൽമലയിലെ ജനങ്ങൾ ചുറ്റും നിൽക്കുമ്പോൾ നാണിയമ്മയ്ക്ക് എന്ത് തോന്നുന്നു, നാണം തോന്നുന്നുണ്ടോ ഇങ്ങനൊരു പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ എന്ന് നാണിയമ്മയോട് ചോദിക്കുമ്പോൾ ഒറ്റപ്പല്ലും കാണിച്ച് പുഞ്ചിരിച്ച് നിന്ന് ആ അമ്മയോട് ആ ചേട്ടന്മാരിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കങ്ങനൊന്നും തോന്നിയില്ലേ എന്ന് ആ അമ്മ പറഞ്ഞു. പക്ഷേ ഓരോരുത്തരെ എടുത്തുകൊണ്ട് പോയി അടക്കിയപ്പോൾ നമുക്ക് വിഷമം തോന്നിയെങ്കിൽ പോലും, പക്ഷെ ആ ചുറ്റിനും നിന്ന ജനങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളു പതറിപ്പോയി. എന്തോ ഒന്ന് പറയത്തില്ല, പെട്ടെന്നൊരു നെഞ്ചത്തൊരു തീയാളിയതുപോലെ ഉള്ളൊന്ന് പിടച്ചു. ആ നാണിയമ്മയ്ക്ക് മുന്നിലും പിന്നിലും സൈഡുകളിലുമായി ആ ചേട്ടന്മാരുടെ ഉടമ്പണം പരിപാടി നടത്തുന്ന ചേട്ടന്മാരുടെ ചുറ്റിനും നിന്ന ജനങ്ങളെ, മക്കളുമാരെ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി ഞാൻ. ആരും അതിൽ എനിക്ക് എങ്ങനെ അത് പറയണമെന്ന് പോലും അറിയുന്നില്ല. എന്തോരം ജനങ്ങളാണ് ആ സന്തോഷിക്കുന്നത്. ഉടമ്പണത്തിലെ പ്രോഗ്രാമിൽ അവർ പൊട്ടിച്ചിരിക്കുന്നത്. ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അവർ ആ പ്രോഗ്രാം കാണുമ്പോൾ, ആ പ്രോഗ്രാമിൽ നിന്ന് ഓരോ തമാശകൾ കേൾക്കുമ്പോൾ സന്തോഷിച്ച് ആനന്ദിച്ച്, ഉടമ്പണത്തിൻ്റെ ആ പ്രോഗ്രാമിൽ നിന്ന് ഓരോരുത്തരും മറുപടി പറയുമ്പോൾ, ആ അമ്മയുടെ മകൻ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ, സത്യം പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ കണ്ട് ചിരിച്ചിട്ടുള്ളതാ അവരുടെ സംസാരം. പക്ഷേ ഇന്ന് ആ വീഡിയോ കണ്ടപ്പോൾ കരഞ്ഞാണ്ട് കാണാൻ പറ്റിയില്ല. അവർ പറയുന്ന തമാശയ്ക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ അത് പറയണ്ടേന്ന് പോലും അറിയുന്നില്ല. അതിനകത്തുള്ള
പാതിയും മുക്കാലും പേര് എവിടെയെന്ന് പോലും അറിയില്ല. അതിനകത്ത് തന്നെ കാണും 10, 2000, 3000 ജനമല്ല അവിടെ കൂടി നിൽക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ പോലും 10,000 പേരെങ്കിലും ഉണ്ടോയെന്ന് തന്നെ, 500 പേരുണ്ടോയെന്ന് തന്നെ അറിയുന്നില്ല. പക്ഷെ മരിച്ചവരുടെ എണ്ണത്തിൽ, കിട്ടിയവരുടെ എണ്ണത്തിൽ അവിടെ നിന്നവരിലെ പാതി പോലും എണ്ണം വന്നിട്ടില്ല. പാതി പേർ ഉടല് കിട്ടിയിട്ടില്ല. കിട്ടിയവരുടെ ഉടല് പൂർത്തിയുള്ളതുമല്ല. എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. ഒരിക്കൽ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥ നടന്നൊരു സംഭവമാണ്. അത്തിപ്പെട്ടി ഗ്രാമം എന്ന് പറയുന്നത് പണ്ടത്തെ ഇതിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ അത്തിപ്പെട്ടി ഗ്രാമം ഉണ്ട്, പൂവടത്തിലുണ്ട് ആ ഒരു പേര്. ഇപ്പോഴത്തെ ഇതിൽ ആ ഒരു പൂവടത്തിലില്ല, അത്തിപ്പെട്ടി ഗ്രാമമേ ഇല്ല, അതഴിഞ്ഞു പോയി, മൊത്തത്തിൽ കടൽ കയറി പോയി. അതുപോലെ ഇപ്പം നമ്മുടെ പൂവടത്തിൻ്റെ ഇതെടുത്ത് നോക്കിയ ഗ്രാമമുണ്ട്, പക്ഷെ ആ നാടില്ല. ചൂരൽമല എന്ന് പറയുന്ന ആ മനോഹരമായ നാടില്ല, ആ പേര് മാത്രമുണ്ട്. ആ നാട്ടുകാരില്ല, അവരുടെ സന്തോഷമില്ല, അവരതൊന്ന് ചേർത്ത് വെച്ചതൊന്നുമില്ല, അവരുടെ അവശേഷിപ്പുകളില്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ജസ്റ്റ് ഓർമ്മകൾ മാത്രം. ഇതാരെയാണ് പഴിക്കണ്ടെന്നൊന്നും അറിയുന്നില്ല. ദൈവത്തിനെയോ അവിടുത്തെ ജനങ്ങളെയോ? ആരെ കുറ്റം പറയണം ഒന്നും അറിയുന്നില്ല. എൻ്റെ ദൈവമേ, നമുക്കൊക്കെ ആണെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനല്ലാണ്ട് ഒന്നും പറ്റുന്നില്ല. വെറുത്തുപോയി. ഒരു സെക്കൻഡ് ദൈവങ്ങളെ പോലെ വെറുപ്പ് തോന്നിപ്പോവാ. ചിരിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ആ പ്രോഗ്രാമിൽ നിൽക്കുന്ന വ്യക്തികളുടെ ശരിക്കും മുന്നിൽ ഇപ്പോൾ അലറുന്ന അലർച്ചയും ചങ്കുപൊട്ടിയുള്ള നിലവിളിയും അല്ലാണ്ടൊന്നും തന്നെ നമുക്ക് കേൾക്കാനോ കാണാനോ കിട്ടുന്നില്ല. എല്ലാവരുടെയും മുഖത്തിൽ പരത് അങ്ങനെ നിന്ന്, ഈ വരുന്നത് എൻ്റെ അമ്മയാണോ, ഈ വരുന്നത് എൻ്റെ അച്ഛനാണോ, ഈ വരുന്നത് എൻ്റെ സഹോദരനാണോ, ഈ വരുന്ന എൻ്റെ കുഞ്ഞാണോ എന്ന് പോലും അറിയാണ്ട് തലമുഴുത്ത പട്ടിയെ പോലെ ഓടേണ്ട അവസ്ഥ. അങ്ങോട്ടും അങ്ങോട്ട്. അവിടെ ഒരു ഡെഡ് ബോഡി കിട്ടി, ഇവിടെ ഒരു ഡെഡ് ബോഡി കിട്ടി, അവിടെ ഇച്ചിരി കിട്ടി, ഇത് ഇച്ചിരി കിട്ടി. ഒരച്ഛൻ സ്വന്തം മകളുടെ ശവശരീരം കിട്ടിയപ്പോൾ കയ്യിൽ കിടന്ന മോതിരം കണ്ട് ഇതാണ് എൻ്റെ മോളെന്ന് കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ ദാരുണമായ ഒരവസ്ഥ.
ആ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഞങ്ങളുടെ വീട്ടിലെ മോന് ആക്സിഡൻറ്റ് വന്നപ്പോൾ അവനെ സർജിക്കൽ ICUയിൽ കൊണ്ടുവന്ന് കിടത്തിയിരുന്ന നേരത്തിൽ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ ഇങ്ങനെ നീട്ടി നിവർന്ന് കിടക്കുക ജനങ്ങൾ. ഒരുപാട് പേര്, ആണും പെണ്ണും എല്ലാണ്ട് നീണ്ടു നിവർന്ന് കിടക്കുക അങ്ങേറ്റം വരെ. ഇപ്പുറത്തെ സൈഡിൽ ഇടതും വലതും സൈഡിലുള്ള അവിടുന്ന് ആ കുഞ്ഞതുപോലെ അങ്ങേറ്റത്താണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ചെന്നപ്പോൾ 3-4 കുഞ്ഞുങ്ങൾ അവിടെ കിടപ്പുണ്ട്. എല്ലാത്തിൻ്റെയും കയ്യിൽ പോയി പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയേതാന്ന് കണ്ടുപിടിച്ച്. അപ്പോൾ എനിക്ക് ആ അച്ഛൻ്റെ മാനസികാവസ്ഥ എനിക്ക് നല്ലപോലെ മനസ്സിലാവും. എനിക്കൊന്നും പറയാനില്ല.